ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ദാണ്ട ഈ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് ഈ ദോശയും സാമ്പാറിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ പ്ലെയിൻ ദോശ മാത്രമല്ല, നമ്മുടെ നെയ് റോസ്റ്റ് ആയാലും മസാല ദോശ ആയാലും ഇഡ്ഡലി ആണെങ്കിലും അപ്പമാണെങ്കിലും ഇതിൻ്റെ കൂടെ എല്ലാം ചേർന്ന് പോകുന്ന തേങ്ങ ചേർക്കാത്തൊരു ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇനി ചമ്മന്തിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് റെഡിയാക്കി വെക്കാം. ആദ്യം ഒരു പഴുത്ത തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. പിന്നെ ഒരു 1.5 സവാള, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. ഇടത്തരം പരുവത്തിലാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഇതേപോലെ 1.5 സവാള എടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, 4 വറ്റൽമുളക്. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 3 വരെ എടുത്താൽ മതി കേട്ടോ. 3 വറ്റൽമുളക് എടുത്താൽ മതി. ഈ സവാളയും തക്കാളിയും ഇതേപോലെ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല, ഇതേപോലെ ഒന്ന് അരിഞ്ഞിടാം. നമുക്ക് ആ പച്ചമുളകും കൂടെ രണ്ടായിട്ടൊന്ന് കീറി വെക്കാം. ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്താൽ ഈ ചമ്മന്തിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂണ് നമ്മുടെ തുവരപ്പരിപ്പ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ കടലപ്പരിപ്പ്, ഇത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ആ ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്നെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, എന്നാലും നന്നായിട്ടൊന്ന് നിറം മാറി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറത്തിൽ, സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറത്തിലാകുന്നിടം വരെയൊന്നും, അതേപോലെ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെയൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും തക്കാളിയും ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചമ്മന്തിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ പരുവത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമുളകും കൂടെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ആ മുളക് പൊടിയുടെ ഒക്കെ ഒരു ചവ ചമ്മന്തിക്കകത്ത് നിൽക്കും. അതുകൊണ്ട് അതും കൂടെ മൂക്കുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ മുളക് പൊടിയും നമ്മുടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി കുറച്ച് സമയം വെച്ചേക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. എന്നാലേ നമ്മുടെ ഉഴുന്നും അതേപോലെ ആ പരിപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം പിഴുപുളി ചേർക്കുന്നുണ്ട്. പുളി ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരളവിൽ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി ആയാലും ദോശയായാലും ഗീ റോസ്റ്റ് ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ശരവണഭവൻ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.